അസ്സലാമു അലൈക്കും. അപ്പൊ വോയിസ് കേട്ടത് കൊണ്ട് എനിക്കുണ്ടായ ഒരു സംശയമാണ്. രണ്ട് സംശയങ്ങളുണ്ട്, എന്ന് ചോദിക്കട്ടെ. ഒന്ന്, ജമാഅത്ത് ഇസ്ലാമി മുജാഹിദിൽ നിന്ന് പുലർന്നു പോയതാണ് എന്ന വാദം നമ്മുടെ കില്ലരി സാഹിബിൽ ഇപ്പോഴുണ്ടോ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. കില്ലേരിയല്ല, കല്ലേരിയാണ്. മുജാഹിദ് പ്രസ്ഥാനം പിളർന്നു പോയതല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ, അതായത് മൗദൂദി സാഹിബിൻ്റെ ആദർശമുണ്ടല്ലോ, അനുസരണം ഇബാദത്താണ്. അതുകൊണ്ട് അള്ളാഹു അല്ലാതെ ആരെയും അനുസരിക്കാൻ പാടില്ല. ഇന്ത്യ ഗവൺമെൻറ്റിനെ അനുസരിച്ചാൽ അത് ഇന്ത്യ ഗവൺമെൻറ്റിനുള്ള ഇബാദത്താണ്, അങ്ങനെ മുശരിക്കായി പോവും എന്ന് മൗദൂദി സാഹിബ് പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരാണ് അതിലേക്ക് പോയത്. അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി വരെ, മുഹമ്മദ് എലിയാജ് വരെ പോയിട്ടുണ്ട്. അദ്ദേഹം പോന്ന പോക്കിലൊരു വർത്താനം പറഞ്ഞിട്ടുണ്ട്: ഉമർ മൗലവി എങ്ങാൻ ഹിദായത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അദ്ദേഹം ഇന്ത്യ ഗവൺമെൻറ്റിനെ അനുസരിച്ച് മുശരിക്കായിക്കൊണ്ടാണല്ലോ ജീവിക്കുന്നത്. അത്രയും ഉറച്ച വിശ്വാസമായിരുന്നു ആർക്ക്? ഇതിൽ മുജാഹിദ് പ്രസ്ഥാനത്തു നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് മൗദൂദി സാഹിബ് പറഞ്ഞ വിഡ്ഢിത്തുണ്ടല്ലോ, അത് ആ വിവരക്കേട് അത് സത്യമാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവരൊക്കെ പോയത്. ബാക്കി അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സംഘടന എപ്പോഴാണ് പിളർന്നത്, എങ്ങനെയാണ് പിളർന്നത്? അത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയത് 1941 ആഗസ്റ്റ് 25-ന് 75 ആൾ കൂടിയിട്ടാണ് ഉണ്ടാക്കിയത്. അതിൽ അലി ഹസൻ നദവിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ അബുൽ ഹസൻ നദവിയൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള പലരും 75-ൽ ഭൂരിപക്ഷവും നദവി അടക്കം അതിൽ നിന്ന് രാജിവെച്ച് പെട്ടെന്ന് പോന്നിക്ക്. അത് ഇസ്ലാമല്ല എന്നവർക്ക് മൗദൂദി സാഹിബ് കൊണ്ടുവന്ന ആ മതം ഇസ്ലാമല്ല എന്ന് ഇവർക്കൊക്കെ അബുൽ ഹസൻ നദവിക്കും അതുപോലുള്ള മഹാപണ്ഡിതന്മാർക്ക് മനസ്സിലായപ്പം അവരൊക്കെ തിരിച്ചു പോന്നിട്ടുണ്ട്. പിന്നെ ആ പിളർപ്പിന്റെ രൂപം കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? ഇതാണ് പിളർപ്പിൻ്റെ രൂപം, ഇങ്ങനെയാണ്. അല്ലാതെ മടവൂരികളല്ലേ ജിന്നവാദികൾ പിളർന്ന പോലെ നേർക്ക് പിളർന്നിട്ട് പോയല്ല. ഈക്കയും സമസ്തയും പിളർന്ന പോലെ പിളർന്നതല്ല. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം ഇല്ല എങ്കിൽ അലം മഅഖദിലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാന എന്ന ഖുർആനിക വാക്യത്തിന് അവിടെ വന്ന ഇബാദത്തിന് എന്തർത്ഥമാണ് കില്ലരി സാഹിബിന്റെ സംഘടനയും നൽകുന്നത്? ഒന്ന് പറഞ്ഞതാണ്. ഇബാദത്തിന് അനുസരണം അർത്ഥം എന്ന അർത്ഥം ഇല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ, എവിടെയും പറഞ്ഞിട്ടില്ല. ഖുർആനിലും പറഞ്ഞിട്ടില്ല, ഹദീസിലും പറഞ്ഞിട്ടില്ല. പിന്നെ ഇബാദത്തിന് ഒരു വാക്കിന്, അത് മലയാളത്തിലാകട്ടെ ഇംഗ്ലീഷിലാകട്ടെ അറബിയിലാകട്ടെ ഏത് ഭാഷയിലും ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ടാവും. കാഫർ അറബി വാക്കാണ്, അതിൻ്റെ അർത്ഥം എന്താണ്? അവിശ്വാസി എന്നുണ്ട്, പിന്നെന്താണ്? കൃഷിക്കാരെന്നുണ്ട്. പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് കൃഷി ചെയ്യാൻ പോകുന്ന ഒരു കാക്കാനെ കണ്ടിട്ട് അതാ കാഫർ പോകുന്നു എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാം ലൈലം വനഹറ, രാത്രിയും പകലും ഇടതടവില്ലാതെ അവരെ വിളിച്ചു, ദുആ ചെയ്തു, അല്ലേ? എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹിസ്സലാം രാത്രിയും പകലും നൂഹിൻ്റെ ജനതയോട് വിളിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് അവിടെ അർത്ഥം, അല്ലേ? നൂഹ് നബി അലൈഹിസ്സലാം സ്വന്തം ജനതയെ ആരാധിച്ചു, ഇബാദത്ത് എടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലല്ലോ. അവിടെ ഇബാദത്തിന് ക്ഷണിച്ചു, വിളിച്ചു എന്നാണ് അർത്ഥം. അതുപോലെ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥമുണ്ട്. ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥമുണ്ട്, അത് ആരാധിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. എന്ന കാഫറിന് കൃഷിക്കാരൻ എന്ന അർത്ഥമുള്ളതുപോലെ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥമുണ്ട്. അതുകൊണ്ട് എന്താ കുഴപ്പം? അതുകൊണ്ട് കുഴപ്പമെന്താ?